ഹലോ 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 CKPT കോളേജാണോ? അതെ, കോളേജാണ്. പ്രിൻസിപ്പളാണ് സംസാരിക്കുന്നത്. സാറേ ഞാനേ അഡ്മിഷൻ നിർത്തിയാ സാറേ. അഡ്മിഷൻ നിർത്തിയില്ലല്ലോ, അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കണ്ടല്ലോ ഇവിടെ. അയ്യോ, ഞാൻ എന്റെ മോനെയും കൊണ്ട് അവിടെ ഓഫീസ് റൂമിന്റെ അവിടെ വന്നപ്പോ അഡ്മിഷൻ ഇല്ലെന്ന് പറഞ്ഞു സാറേ. ആര് പറഞ്ഞ അഡ്മിഷൻ ഇല്ലാന്ന്? ഇവിടെ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കല്ലേ. സാറേ ഓഫീസ് റൂമിന്റെ വാതിലിൽ നോ അഡ്മിഷൻ എന്ന് എഴുതി വെച്ചേക്കണ് സാറേ. അയ്യോ, അത് പ്രവേശനമില്ല എന്നാണ് എഴുതി വെച്ചതാണ്. അതായിരുന്നാ? ആ, ഞാൻ ചെറുകനെ കൊണ്ടെങ്കിൽ വീട്ടിൽ വന്നു സാറേ. വീട്ടിൽ വന്നാ അത് ശരി. പെട്ടെന്ന് വന്നാ ചിലപ്പോ കിട്ടും. ഒരു സീറ്റ് ഒഴിവുണ്ട്, ഒരെണ്ണേ ഉള്ളൂ. അയ്യോ, കുഞ്ഞു ചന്തിയുള്ള ഒരു ചെറുക്ക അറ്റത്ത് എവിടെയെങ്കിലും ഇരുന്നോളൂ സാറേ. ഓക്കെ, നിങ്ങൾ പെട്ടെന്ന് വന്നോളൂ. നോക്കാം കേട്ടാ. ഓക്കെ സാറേ, ഓക്കെ. ശരി. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. അതെ, വരട്ടെ വരട്ടെ, ഒപ്പിടാൻ വരട്ടെ. ഇപ്പൊ സമയത്തിനായി 9 മണിക്കാണ് നിങ്ങൾ ഇവിടെ ഡ്യൂട്ടിക്ക് കയറേണ്ടത്, അറിയാലോ. ഇപ്പൊ 10 മണിയായി. എന്തായിരുന്നു ലേറ്റ് ആയ കാരണം? അയ്യോ സാറേ, അത് ഞാൻ വരുന്ന വഴിക്ക് ഞാൻ വന്ന ബസ്സിലേ ആ. ഒരു സ്ത്രീ എന്റെ മാല പൊട്ടിച്ചോണ്ട് പോയി. മാല മാത്രമേ പോയുള്ളൂ? ഇല്ല, മാലയുടെ കൂടെ സ്ത്രീയും പോയി. സ്ത്രീ പോയോ? അതല്ല ചോദിച്ചത്. മാല മാത്രമേ പോയല്ല, കമ്മലോ വല്ലതും പോയോന്ന് ചോദിച്ചത്. അതൊന്നും പോയിട്ടില്ല. അതെയാ? ആളെ കണ്ടോ നിങ്ങള്? ആളെ കണ്ട്. നല്ല നീലയിൽ ചുമന്ന ബോർഡറുള്ള ഷിഫോൺ സാരി, ആ. ഒരു കയ്യില് നീല കളർ വള, ഒരു കയ്യില് ഒരു ചുവപ്പ് കളർ 10 വള ഉണ്ടായിരുന്നു. ആ. പിന്നെ കാതില് 2 ജിമുക്ക ഉണ്ടായിരുന്നു. പിന്നെ മേക്കാതൊക്കെ 3 എണ്ണം കുത്തിയിട്ടുണ്ട്. വെള്ള കളർ സ്റ്റോൺ ആയിരുന്നു. പിന്നെ 2 കയ്യിലും കൂടെ 3 മോതിരം ഉണ്ടായിരുന്നു. അതിൽ ഒരു മോതിരത്തിന് ചുമന്ന കളർ ചെറിയൊരു കല്ല് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത്രയൊക്കെ തന്നെ. ഒരു ബാഗും ഉണ്ടായിരുന്നു. ബാഗ് ഉണ്ടായിരുന്നു അല്ലേ? അപ്പൊ ആളെ കണ്ടാ തിരിച്ചറിയാം. അതറിയില്ല. അതെന്താ? ഞാൻ മുഖം ശ്രദ്ധിച്ചില്ല. അത് ശരി, മുഖം ശ്രദ്ധിച്ചില്ലേ? ഇല്ല. അത് ശ്രദ്ധിക്കണ്ടേ മുഖം? ഓ, പിന്നെ ഒന്ന് പോ സാറേ. പിന്നെ നമ്മൾ സ്ത്രീകൾ ബസ്സിൽ കയറുമ്പോ കേറുന്ന സ്ത്രീകളുടെ മുഖം ആര് നോക്കുന്ന? അവരുടെ ആടെ ആഭരണങ്ങളല്ലേ നമ്മൾ നോക്കുള്ളൂ. ബെസ്റ്റ് ടീമാണ്. അത് പോട്ടെ, അത് ഇന്ന് ലേറ്റ് ആയിരുന്നു. ഇന്നലെ ലേറ്റ് ആണ് എന്താ പ്രശ്നം? അത് ബസ് ലേറ്റ് ആയത് ഞാനല്ല. ഇനി മേലിൽ ഇത് ആവർത്തിക്കരുത് കേട്ടോ. അത് ഞാൻ അവരോട് പറഞ്ഞോളാം. ആരോട്? ബസ്സിന്റെ ഡ്രൈവറോട് ഇനി ആവർത്തിക്കരുത്. നിങ്ങൾ ലേറ്റ് ആവുന്ന പറഞ്ഞത്. ആ ശരി, ലേറ്റ് ആവും. മനസ്സിലായില്ലേ? ഇത് ആരോ വരുന്നുണ്ട്. അഡ്മിഷൻ ആവാൻ സാധ്യത. വാടാ 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 വേണ്ട വേണ്ട ഇങ്ങോട്ട് തിരിഞ്ഞു പോയെന്ന്. വാടാ 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 വാടാ. ചെറുക്ക അവിടെ നിൽക്കാം. വേണ്ട എനിക്ക് അളിയ ഒന്ന് പറയണേ. ഈ ചെറുക്ക സ്കൂളിൽ കൊണ്ടാക്കണം. അളിയനാ? അല്ലല്ല, മാമ. മാമനാ? ചിറ്റപ്പായി. ചിറ്റപ്പനാ? അപ്പൊ നിങ്ങൾ ആര്? ഞാൻ ഇവിടുത്തെ പ്രിൻസിപ്പളാണ്. കണ്ടാ തോന്നണ്ടേ? കണ്ടാ തോന്നൂലേ? നമ്മണ്ടായിരുന്നു. അല്ല, UKG ചേർക്കാൻ പോണാണ് കിടന്ന് കാര്യം. ഈ ചെറുക്കൻ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. അല്ല, ഇതാരാന്ന് പറഞ്ഞേ? മോൻ. എന്റെ അമ്മ, ഇതാണോ മോൻ? അയ്യോ, ഇവനെത്ര വയസ്സായി? 32. ഇവനെത്ര പല്ലുണ്ട് എന്നല്ല വെച്ചത്, എത്ര വയസ്സായി ചോദിച്ചത്. ഇവന് 32 വയസ്സായി. സത്യമായിട്ട് 32 വയസ്സായി. 32 വയസ്സായിട്ടാണോ ഡിഗ്രിക്ക് ചേരാൻ വരുന്നേ? അത് എന്റെ തെറ്റാണ്. കാരണം ഞാൻ ഇവനെ കുഞ്ഞുനാളിൽ സ്കൂളിൽ കൊണ്ടാക്കിയപ്പോ ഞാൻ ഇവനോട് പറഞ്ഞു, കുഞ്ഞെ പരാജയം വിജയത്തിന്റെ ചവിട്ടുപടിയാണെന്ന്. അതുകൊണ്ട് ഈ ചെറുക്ക ഇത് ആപ്തവാക്യമൊന്നും പറഞ്ഞിരുന്ന് അങ്ങ് തോക്കുക ഈ ചവിട്ടുപടി കാണാനായിട്ട്. 5ാം ക്ലാസ്സിൽ 3 വട്ടം, 6ാം ക്ലാസ്സിൽ 4 വട്ടം, 7ാം ക്ലാസ്സിൽ 8 വട്ടം, 9ാം ക്ലാസ്സിൽ എത്ര വട്ടം? 4 വട്ടം. അപ്പൊ എങ്ങനെ ഈ ചെറുക്കല ഞാൻ 10ാം ക്ലാസ് ജയിപ്പിച്ചെടുത്ത് സാറേ. അപ്പൊ +2 അല്ല +5. +5 5 വർഷം. 5 വർഷം. ഓ, അങ്ങനെയാണല്ലോ ഇവിടെ എത്തിയത്. 32 തേക്കണ്ടേ, അതുകൊണ്ടാണ്. അല്ല, അപ്പൊ അച്ഛൻ എത്ര വയസ്സായി? എനിക്കും അച്ഛനും ഒരേ പ്രായമാണ്. അയ്യോ, അതെങ്ങനെയാണ് നിങ്ങൾക്കും അച്ഛനും ഒരേ പ്രായമായിരുന്നത്? ഞാൻ ജനിച്ചപ്പോൾ അച്ഛനായത്. അപ്പൊ എനിക്കും അച്ഛനും ഒരേ പ്രായമല്ലേ? മനസ്സിലായില്ല. അതായത് ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ഒരു അച്ഛനും അമ്മയും ജനിക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ അച്ഛനും അമ്മയ്ക്കെല്ലാം ഒരേ പ്രായമല്ലേ? സത്യമാണ് സാറേ. എനിക്കും എന്റെ ഭാര്യയ്ക്കും ഇവന് ഒരു പ്രായമാണ്. അതല്ലേ? പിറന്നാളിട്ടന്ന് ഒരു കേക്ക് മേടിച്ച് അടി കൂടി നമ്മൾ തിന്നു. നമുക്ക് ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ച് എഴുതിയെടുത്താലോ സാർ? ചെയ്യാം. ഏതായാലും അഡ്മിഷൻ വന്നു. കുട്ടിയുടെ പേരെന്താ? കിച്ചു. കിച്ചു എഴുതിക്കോ. വിച്ചു. കിച്ചു എഴുതിക്കോ. സച്ചു. ഇതിൽ ഏതാണ് പേരെന്ന് പറ. എന്റെ കൂട്ടുകാർ വിളിക്കണത് എന്നെ കിച്ചു എന്നാണ്. പിന്നെ അമ്മ വിളിക്കണത് വിച്ചു എന്നാണ്. പിന്നെ നാട്ടുകാർ വിളിക്കണത് സച്ചു എന്നാണ്. റെക്കോർഡിക്കലായിട്ട് പേരെന്താ? അച്ചു. എല്ലാം കണക്കാണ്. അച്ചു അത് എഴുതിക്ക്. ഏതായാലും അച്ചു. ശരി, ഓക്കെ. അപ്പൊ അച്ഛന്റെ പേരോ? ശരത്ചന്ദ്ര പ്രസാദ്. ചുമ്മാ ശുപ്പാണ്ടി. ചുപ്പാണ്ടിയിലൊന്നും അല്ല എന്റെ പേര്. ശുപ്പാണ്ടി. ഞാൻ സെറ്റപ്പിലൊക്കെ കൊടുത്ത് പേര് മാറ്റിയടാ. എന്റെ പേര് ശുപ്പാണ്ടി. അല്ല, ശരത്ചന്ദ്ര പ്രസാദ്. ഇപ്പൊ ഞാൻ ശുപ്പാണ്ടി എന്ന് എഴുതണം. ചുപ്പാണ്ടി അവിടെ ഒരു ഷൂ ഒന്ന് വരച്ച് വെച്ചിരുന്ന വേണ്ട, ശുപ്പാണ്ടി ചുപ്പാണ്ടി എഴുതാൻ പറ്റൂലെന്ന്. ശുപ്പാണ്ടി സാർ എന്തോ ചെയ്യണം സാറേ? എന്ത് ചെയ്യണം? ഏത് പേര് എഴുതാൻ? അച്ഛന്റെ പേരിന്റെ സ്ഥാനത്ത് ഒരു കാര്യം സാറിന് അത്ര നിർബന്ധം സാറിന്റെ പേര് എഴുതി. സെബാസ്റ്റ്യൻ.
സാറിന്റെ മോനാണോ? അയ്യോ അത് ശരി അത് ചുപ്പാണ്ടി മതി, ചുപ്പാണ്ടി. അത് ഞാൻ അമ്മേരെ പറഞ്ഞു കൊടുക്കും, ചുപ്പാണ്ടി മതി. നിന്റെ അമ്മ പറ കിടന്ന് വഴക്കടിച്ചിട്ടാണ് ഞാൻ സെറ്റപ്പ് കൊടുത്ത പേര് മാറ്റി അറിയാം. സെറ്റപ്പിനല്ല. എടാ ഇത് പത്രത്തിലൊക്കെ നമ്മൾ കൊടുത്ത പേര് മാറ്റണം പരിപാടി. ഗസ്റ്റ് ഹൗസില്. അവിടെയല്ലേ ഇവിടുത്തെ പേര് മാറ്റണത്? എവിടെ? എവിടെ? ഗസ്റ്റ് ഹൗസില്. ഗസ്റ്റ് ഹൗസാ? അച്ഛനില്ല ചെറുക്കന് തീർന്നേ. അല്ല എനിക്ക് ചോദിക്കണമെന്നൊന്നും തോന്നരുത്. ഇവിടത്തെ സ്പെഷ്യൽ എന്താണ്? ഇവിടെ കൊഞ്ച് റോസ്റ്റ് ഉണ്ട്, കണവ റോസ്റ്റ് ഉണ്ട്, ചിക്കൻ റോസ്റ്റ് ഉണ്ട്, ബീഫ് റോസ്റ്റ് ഉണ്ട്, പിന്നെ പോത്തിന്റെ ഫ്രൈ ഉണ്ട്. ആണല്ലേ? അപ്പം എനിക്കൊരു 2 പൊറോട്ടയും ഒരു പോത്ത് ഫ്രൈ. നിനക്ക് എന്താ വേണോടാ? എനിക്കൊരു വെജിറ്റബിൾ ചിക്കൻ ബിരിയാണി. അതെ നിങ്ങളെന്ത് ഇൻസൾട്ട് ചെയ്യണ? അല്ല, ഇത് ക്യാൻറ്റീനാണ്, ഇവിടുത്തെ ക്യാൻറ്റീനാണ് ഇത്. അല്ലല്ല ഇത് ഓഫീസ് റൂമാണ്. ഇവിടെ ഇങ്ങനെയാണോ പറയേണ്ടത്? മനസ്സിലായില്ലേ? അത് ആദ്യം എന്ത് പറയണത്? ഇൻസൾട്ടിംഗ് അല്ലേ ചെയ്യണം? നിങ്ങളുടെ മുമ്പിൽ വെച്ച് നമ്മൾ ഇൻസൾട്ട് ചിക്കൻ ഫ്രൈ ഉണ്ട് അതാണ് പറയേണ്ടത്, അതല്ല പറയേണ്ടത്. പിന്നല്ല അവരിവിടെ സ്പെഷ്യൽ ആയിട്ട് എന്ത് ക്ലാസ് ഉണ്ടെന്ന് അവര് ചോദിച്ചത്. മനസ്സിലായില്ലേ? അല്ല സാറേ, നമ്മൾ ക്യാൻറ്റീനിൽ എന്തുണ്ടാന്ന് ചോദിച്ചത്. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി വെച്ചേക്കണ മനുഷ്യന് 1 മണിയായില്ലേ? അതാണ് ചോദിച്ചത്. അതാണ് ചോദിച്ചത്. എന്താടാ അത്? എന്താടാ അത്? എന്തിന് തിന്നണത്? ഓംപ്ലേറ്റ് എവിടെ നിന്ന്? ഈ പാത്രത്തിൽ ഇരുന്നു. അയ്യോ ഞാൻ ചോറിന്റെ കൂടെ തിന്ന് അങ്ങോട്ട് ഓംലെറ്റ് എന്റെ ചോറ് മാത്രം അവിടെ വെച്ചിട്ടുണ്ട്. എന്റെ മോനായതുകൊണ്ട് പറയല്ല, ആഹാരം കണ്ടാ ഭ്രാന്ത. ഒന്ന് മാറ്റി വെക്കൂ. അയ്യോ അത് മാറ്റി വെക്കണേ നല്ല. അല്ല, നേരത്തെ സാറ് പറഞ്ഞതിൽ വേറൊരു കാര്യമുണ്ട്. അതായത് നമ്മുടെ ഇവിടെ ഈ കോളേജിൽ കമ്പ്യൂട്ടർ ഉണ്ടല്ലോ, സ്പെഷ്യൽ ആയിട്ട് കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ. പഠിപ്പിക്കുന്നുണ്ട്. എന്റെ മോനെ പഠിപ്പിക്കണം. ആണോ? എന്റെ മോനെ കമ്പ്യൂട്ടർ പഠിപ്പിക്കാൻ പഠിപ്പിക്കണം. അതായത് 2 പെൺകുട്ടികളെ അപ്പുറത്തും ഇപ്പുറത്തും ഇരുത്തിയിട്ട് ഇവനെ പഠിപ്പിക്കണം. അതായത് ഇവൻ ഈ മറ്റേ സാധനത്തിന്റെ പേരെന്തോന്നാണ്? കീബോർഡ്. കീബോർഡിൽ നോക്കാതെ ടൈപ്പ് ചെയ്യണത് എനിക്കൊന്ന് കാണണം. അങ്ങനെ പഠിക്കാൻ വേണ്ടിയാണോ? പിള്ളേരിക്കുമ്പോ ഇപ്പം കീബോർഡിൽ നോക്കൂലല്ലോ. അത് നല്ല ബുദ്ധിയുള്ള അച്ഛൻ കേട്ടാ. ഓ സഞ്ജു സാംസൺ തുടങ്ങി. മക്കളെ അങ്ങ് വയ്യടാ. പിന്നെ സാറേ, ഇത് കുട്ടിയെ സെലക്ട് ചെയ്യണം. അഡ്മിഷൻ കൊടുക്കുന്നതിന് മുമ്പ് കുട്ടിയെ ജനറൽ ആയിട്ട് അതെ ജനറൽ നോളജ് എന്തെങ്കിലുമൊക്കെ അറിഞ്ഞിരിക്കണ്ടേ? ജനറൽ നോളജ് നോക്കാം. അതെ എന്തായാലും അഡ്മിഷൻ വേണല്ലോ. വേണം. അതെ ഇവനെന്തോ അറിവുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ അഡ്മിഷൻ വേണമെന്ന് പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ എന്റെ കുടുംബത്തിൽ ഞാൻ 8ാം ക്ലാസ് ആണ്. എന്റെ ഭാര്യ 5ാം ക്ലാസ്, എന്റെ അച്ഛൻ 3ാം ക്ലാസ്, അമ്മ 2ാം ക്ലാസ്. അവരെ അച്ഛനും അമ്മയും സ്കൂള് കണ്ടിട്ടേ ഇല്ല. അപ്പൊ ഈ ചെറുക്കരെങ്കിലും CKPT കോളേജിൽ ശരി നമുക്ക് ആ ക്വസ്റ്റ്യൻ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം, അതിനൊക്കെ കൃത്യമായിട്ട് ഉത്തരം പറയണം. പറയും. എങ്ങനെയാണെന്ന് അറിയാലോ ചോദിച്ചു. എന്ത് ചോദിച്ചാലും പറയും. ഞാൻ ഒന്ന് ചോദിച്ചാൽ 9 ഉത്തരവോട് ഈ ചെറുക്കൻ പറയണം, അറിയാമോ? അതെ ശരി. അപ്പൊ ആദ്യത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടന എഴുതി ഉണ്ടാക്കിയത് ആര്? അറിഞ്ഞൂടാ. അറിഞ്ഞൂടാ. അപ്പൊ അടുത്ത ചോദ്യം ചോദിക്കാം, അമേരിക്കയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആര്? അത് അറിഞ്ഞൂടാ സാർ. ശരി, എന്നാ അടുത്ത ചോദ്യം, ഷേക്സ്പിയർ ആരാണെന്ന് അറിയാമോ? ഷേക്സ്പിയർ പാസ്. ഞാൻ പാസ്. ടീച്ചർ പാസ്. സാറ് പറ. അയ്യോ ഞാനാ? ഇവരൊക്കെ നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരാണ്. അപ്പം അല്ല സാറേ, ഒരു കാര്യം ചെയ്യാൻ, ചെറുക്കന്റെ കല്യാണത്തിന് എല്ലാരെയും വിളിക്കണം. വേണ്ടപ്പെട്ടവരെ വിട്ടെന്നും പറഞ്ഞൊരു പരാതി നാളെ വരരുത്. കാരണം നമ്മൾ ബന്ധുക്കളെല്ലാം കണ്ടിരിക്കണം കേട്ടോ. മനസ്സിലാക്കണം, മച്ചമ്പി അത് കൈകാര്യം ചെയ്യണം. അത് വേണ്ടപ്പെട്ടവരൊക്കെ വിളിക്കണം. ഇവരൊക്കെ ഷേക്സ്പിയറിനെയൊക്കെയാ? നല്ല ബെസ്റ്റ് ടീമാന്നേട്ടാ. ഇത് നടക്കൂന്ന് തോന്നുന്നില്ല. ലാസ്റ്റ് ഒരു ചോദ്യമുണ്ട്, അത് സാർ അങ്ങ് ചോദിക്കണം. അത് ഞാൻ ചോദിച്ചു നോക്കട്ടെ. ഒരു ചോദ്യം കൂടി ചോദിച്ചോട്ടോ മോനെ. ചോദിച്ചോ. നമുക്ക് എത്ര കിഡ്നി ഉണ്ട്? 4. മനുഷ്യന്മാർക്ക് 2 കിഡ്നിയേ ഉള്ളൂ. നമ്മക്കല്ലേ ചോദിച്ചത്. സാറിന് 2, എനിക്ക് 2, അപ്പൊ 4. സാറേ ഒരു സംശയം, മനുഷ്യന്മാർക്ക് 2 കിഡ്നിയേ ഉള്ളോ? 2 ഉള്ളൂ. അപ്പൊ അത് കിഡ്നി അല്ലായിരുന്നല്ലേ? അതെ, നമുക്ക് വേറെ ക്വസ്റ്റ്യൻ കാര്യങ്ങൾ എന്തെങ്കിലും മഴയത്തൊന്നും കേറൂല ചെറുക്കം. മഴയെന്ന് പറഞ്ഞാൽ വിഴുങ്ങി വിഴുങ്ങല്. പുറത്ത് പോടാ. ജലദോഷം പുറത്ത് പോയി കഴുകിട്ട് തുളച്ചിട്ട് പാടാ. ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യം പുറത്ത് പോയി തൊടടാ. ജലദോഷം കുഞ്ഞിന് ജലദോഷം, അതുകൊണ്ടാണ് കുഞ്ഞിന്.
ജലദോഷമാവും. എനിക്കറിയാം ഇതിനൊക്കെ എങ്ങനെ പഠിപ്പിക്കും നമ്മള്. ഇത് എങ്ങനെ പഠിപ്പിക്കുന്നാണ്? അതായത് നമുക്ക് ഈ സംഭവം എന്ന് പറഞ്ഞാൽ എന്തൊരു ഉണ്ണിയാർച്ചയോ? ഇതൊരു കോളേജാണ്, മര്യാദക്ക് നിക്ക്. ഇതൊരു കഷ്ടമാണെന്ന് നോക്കണേ. അതെ, ഒരു കാര്യം പറയട്ടെ, എന്തായാലും നിങ്ങളെയും ചെക്കന്റെ ഒക്കെ ക്വാളിഫിക്കേഷൻ ഒക്കെ നോക്കിയപ്പോ അവൻ ഈ സീറ്റ് കിട്ടാൻ സാധ്യതയില്ല. ഇല്ല, അഡ്മിഷൻ കിട്ടാൻ സാധ്യതയില്ല. അല്ലെങ്കിൽ പിന്നെ അവസാന ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിക്ക് എന്തെങ്കിലും എക്സ്ട്രാ കാരിക്കുലർ ആക്ടിവിറ്റി ഉണ്ടായിരിക്കണം. അതായത് സ്പോർട്സ് കോട്ടയിലാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ നോക്കാം. സ്പോർട്സിലോ ഉണ്ടെന്നാ ചെറുക്കും അവിടെ ക്ലബിന്റെ പരിപാടിക്കൊക്കെ കാണിക്കണം സംഭവങ്ങൾ കാണണം. ഈ മാങ്ങേറ്, ആപ്പിൾ കടി, ആപ്പിൾ ചാടി കയറ് വരെ കടിക്കൂ അറിയാം. കാറ്റ് കളിക്കാൻ 3 പെമ്പിളരെ കൊണ്ട് പോയി കഴിഞ്ഞാൽ വീട്ടിൽ തിരിച്ചു വരില്ല, കാണാനേ കിട്ടൂല. പിന്നെ വല്ല പാലത്തിന്റെ അടിയതാ കുറ്റിക്കാട്ടിന്നാ ഞാനാണ് വിളിച്ചോണ്ട് പറഞ്ഞ വെച്ചാൽ. അതുകൊണ്ട് സ്പോർട്സ് എന്ന് പറഞ്ഞ പരിപാടിയിൽ എന്റെ മോൻ കിടക്കും. നിങ്ങൾ എന്ത് ഐറ്റം വേണം കാണിച്ചു? അതെ, ഞങ്ങൾ ഉദ്ദേശിച്ച സ്പോർട്സ് അതല്ല, പിന്നെ കായികപരമായിട്ടുള്ള ഒരു സ്പോർട്സ്. ക്രിക്കറ്റ്, ഫുട്ബോള്, വോളിബോള്, ബാഡ്മിന്റൺ, നമ്മുടെ ഗുസ്തി, കരാട്ടെ. ഗുസ്തി ഉണ്ട്. ഗുസ്തി ഉണ്ടോ? കൊള്ളാം. 10ാം ക്ലാസ്സിൽ 3ാം കൊല്ലം തോറ്റപ്പോ ഞാൻ ചെന്നപ്പോ ടീച്ചർമാരെല്ലാം പറഞ്ഞു 10ാം ക്ലാസ്സും ഗുസ്തിയാണെന്ന്. അതെ, ഞാനും പഴയൊരു ഗുസ്തി സാറും ചാമ്പ്യൻ ഒക്കെ ആയിരുന്നു. സാറിന്റെ ഐറ്റം കാട്ടാ ഗുസ്തി. ചെറുക്കനും കാട്ടാ ഗുസ്തി കാടി. അപ്പൊ ഒരു മണി അവന്റെ സർട്ടിഫിക്കറ്റ് കാണിക്കും, നമുക്ക് സർട്ടിഫിക്കറ്റ് എടുക്കാൻ പറഞ്ഞു. രാവിലെ ബസ്സിൽ നിന്ന് വന്നു. അപ്പൊ പിന്നെ അവന് ഈ ഗുസ്തിയിലൊക്കെ ഇതുണ്ടെന്ന് നമ്മൾ ഗുസ്തിയിൽ 2 ചോദ്യം ചോദിച്ചു. അവൻ ഗുസ്തിയിൽ തിരിച്ചുത്തരം പറയും. സാറിന് അറിയാവുന്ന ചോദ്യം ചോദിക്കും. മുറയൊക്കെ കാണിക്കും. അപ്പൊ അവൻ എങ്ങനെയാണ് തിരിച്ച് റിയാക്ട് ചെയ്യുന്നത് നമുക്കറിയാലോ. അവനെ വിളിക്കും. അതാ വന്നു. അയ്യോ, ഇങ്ങോട്ട് പറയട്ടെ. നിനക്ക് കോളേജ് പഠിക്കണം. വീട്ടിൽ പോകണം. കോളേജ് പഠിക്കണോ? എനിക്ക് പഠിക്കണ്ട. നിനക്ക് ഞാൻ കുണ്ടും ചായം മേടിച്ചേടാ. പറയണ കാരണം കോളേജ് പഠിക്കണോ? പഠിക്കണമെങ്കിൽ ആ പുള്ളി കുസ്തിയിൽ നിന്നോട് 5-6 ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിക്കും. നീ കുസ്തിയിലെടുത്ത് തിരിച്ചുത്തരം പറഞ്ഞു. കുസ്തി പറഞ്ഞു കേട്ടോ. നോക്കാം എങ്ങനെയുണ്ട് നോക്കണല്ലോ. എടാ കാണിക്കണൊക്കെ മതി, കുഴപ്പമില്ല. നീ കബഡി കളിക്കണം പറഞ്ഞ ചെല്ലടാ. റെഡി റെഡി. ഓ, അത് ബോക്സിംഗ് ഇടോ. അത് കരാട്ടെ. അത് കളരി. എടാ കാണിക്ക കബഡി കളി കളിക്കണ്ടാ. നോക്കങ്ങ് നില്ല്. റെഡി. പാടാ 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 പാടാ. അതെ, ചെറുക്കൻ ഒരു കുഴപ്പമുണ്ട്. ദേഹം നൊന്ത എടുത്ത് ഉടുക്കും. ദേഹം നൊന്ത എടുത്ത് ഉടുക്കും. എന്നെ പട്ട് കിണറ്റി എടുത്തിട്ടുണ്ട്. മതി അതെ മക്കളെ വേണ്ട. അതെ മക്കളെ വേണ്ട. മക്കളെ വേണം. മതി 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 മതി. 1 2 3. അറേ എന്റെ മോന്റെ കോളേജിൽ അഡ്മിഷൻ. എന്റെ മോന്റെ കോളേജിന്റെ അഡ്മിഷന്റെ കാര്യം എന്തായി? നിങ്ങളെ മോനല്ല കോളേജിൽ അഡ്മിഷൻ വേണ്ടത്, എനിക്കാണ് ആ കോളേജിൽ അഡ്മിഷൻ വേണ്ടത്. കോളേജിൽ അഡ്മിഷൻ പോണത് ആ കോളേജിലല്ല, മെഡിക്കൽ കോളേജിൽ.